Hello മക്കളെ, വെൽക്കം ടു ഇന്ത്യാസ് ഫസ്റ്റ് ലൈവ് ആനിമേറ്റഡ് ട്യൂഷൻ. അപ്പൊ ദേ ടീച്ചർ 10ാം ക്ലാസ്സിലെ മക്കൾക്കുള്ള നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറച്ച് ദിവസം മുന്നാണ് നമ്മുടെ നോമൻ ക്ലീച്ചർ, നിങ്ങൾ എല്ലാവരും ഭയങ്കര ടഫാണ് ടീച്ചറെ, എന്ത് ചോദ്യം ചെയ്യാൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ നോമൻ ക്ലീച്ചർ ഈസി പീസി ആക്കാനുള്ള വീഡിയോ ടീച്ചർ ഇട്ടതല്ലേ. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് തോന്നി അത് മാത്രം പഠിച്ചിട്ട് കാര്യമുണ്ടോ, അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പ്രോബ്ലംസ് ചെയ്ത് നോക്കണ്ടേ, ഇതിന് മുന്നത്തെ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണ്ടേ, വർക്ക്ഔട്ട് ചെയ്താലല്ലേ നമുക്ക് പിന്നെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ടീച്ചർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൊണ്ട് വന്നേക്കാണ്. ഏത് ചാപ്റ്ററിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്? നമ്മുടെ 6th ചാപ്റ്ററിന്റെ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന നമ്മുടെ 6th ചാപ്റ്ററിന്റെ അതിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ടീച്ചർ എന്ന് വന്നേക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കുറച്ച് നേരം നല്ല മക്കളായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ടീച്ചറുടെ ഒപ്പം ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോ തന്നെ ചെയ്തു നോക്കുക, ഉത്തരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്ന് നോക്കുക. ടീച്ചർ കൂടെ ചെയ്തിട്ട് അപ്പൊ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചർ പരത്തി എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ്. എല്ലാ മക്കളും നല്ല മക്കളായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ് കേട്ടോ. വേഗം നമുക്ക് ചെയ്ത് വേഗം അവസാനിപ്പിക്കാൻ വീഡിയോ. അപ്പൊ എല്ലാവരും ഒരു അരമണിക്കൂർ ടീച്ചർ തന്നെ നോക്കിയിരിക്കാം. ഓക്കെ, നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം എന്ന് പറയുന്ന 6th ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ദാ വരുന്നു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ സ്ട്രക്ചർ ഓഫ് 2,3-dimethyl butane. ABCD 4 ചോദ്യം ഉണ്ടല്ലേ. ആദ്യത്തെ ചോദ്യം തന്നെ സ്ട്രക്ചർ വരയ്ക്കാനാണ്. പേര് അങ്ങോട്ട് തരും, സ്ട്രക്ചർ വരയ്ക്കാൻ. വരച്ചേക്കാം, സിമ്പിൾ അല്ലേ. ദേ ആ ലാസ്റ്റത്ത് കിടക്കുന്ന ആളെ ആദ്യം നോക്കാം. അതാരാ? അത് ബ്യൂട്ടൈൻ ആണ്. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആറ്റം ഉള്ള സിംഗിൾ ബോണ്ട് ഉള്ള നമ്മുടെ ആളാണ്. ചെയ്തേക്കാം, എഴുതിയേക്കാം. ആദ്യം ചിലൊരു കാർബൺ എഴുതി, ചിലൊരു കാർബണും ഹൈഡ്രജൻ ഇട്ട് എഴുതി, തെറ്റിക്കും. ഹൈഡ്രജൻ ഇട്ടാൽ എണ്ണം തെറ്റും. 4 കൈയുള്ള കാർബണിന് ലാസ്റ്റ് 3 കൈയാവും, 5 കൈയാവും, 6 കൈ വരെ വരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ആദ്യം കാർബണിനെ മാത്രം നിർത്തി എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബ്രാഞ്ചസ് കൊടുക്കാം. ആരൊക്കെയാണ് ആ ബ്രാഞ്ചസ്? 2,3-dimethyl, 2 മീഥൈൽ ഗ്രൂപ്പ്. രണ്ടാമത്തെ മൂന്നാമത്തെ പൊസിഷനില് മീഥൈൽ ഗ്രൂപ്പ് കൊടുത്തോ മക്കളെ. രണ്ടാമത്തെ ഒരു മീഥൈൽ, മൂന്നാമത്തതിൽ ഒരു മീഥൈൽ. ഇനി നമുക്ക് ആരെ കൊടുക്കാം? ഹൈഡ്രജനെ എണ്ണി കൊടുക്കാം. ഒരു കൈ ഓൾറെഡി ഉണ്ട്, 3 കൈ ബാക്കിയുണ്ട്. അവിടെ ഒക്കെ ഓരോ ഹൈഡ്രജൻ കൊടുത്തേക്കും. ഈ കൈ കാലം എന്നൊക്കെ പറയുന്നത് എന്താ? വാലൻസി, കാർബണിന്റെ വാലൻസി 4 ഓർമ്മയുണ്ടല്ലോ അല്ലെ. അപ്പൊ 4 നമ്മളെ സ്ട്രക്ചർ വച്ചാലും ഉണ്ടാവാൻ പാടുള്ളൂ. ഈ കാർബണിനാണെങ്കിൽ ചുറ്റും അങ്ങോട്ട് 2 കൈ, താഴോട്ട് 1 കൈ, അപ്പൊ ഇത് 1 കൈയും കൂടെ ബാക്കിയുണ്ട്. അവിടെ 1 ഹൈഡ്രജനെ കൊടുക്കാം. നെക്സ്റ്റ് ആളും അതേപോലെ തന്നെ 1 കൈ, 1 ഹൈഡ്രജൻ കൊടുക്കാം. ലാസ്റ്റത്തെ ആൾക്ക് 1 കൈയെ അങ്ങോട്ട് ലിങ്ക് കൊടുത്തിട്ടുള്ളൂ, ബാക്കി 3 കൈ ബാക്കിയുണ്ട്. അവിടെയൊക്കെ ഹൈഡ്രജൻ കൊടുത്തു. ദേ കിടക്കുന്നു CH3 CH CH3 CH CH3 CH3. നമ്മുടെ 2,3-dimethyl butane. ടീച്ചർ പറഞ്ഞത് ശ്രദ്ധിക്കുക. പേര് തന്ന സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞാൽ സ്ട്രക്ചർ വരയ്ക്കുക, എന്നിട്ട് ഒന്നും കൂടെ പേരിട്ട് നോക്കുക. അതെന്നെയല്ലേ വരുന്നു, സംശയമൊന്നുമില്ലല്ലോ. 2,3-dimethyl butane തന്നെ, ഒരു സംശയമില്ല. ഇങ്ങനത്തെ ചെറിയ കോമ്പൗണ്ട്സ് കുഴപ്പമില്ല. ഇത്തിരി വലിയ കോമ്പൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടെ പേരിട്ട് നോക്കുക. അപ്പൊ തെറ്റില്ല, അപ്പൊ കറക്റ്റ് നമുക്ക് സെറ്റ് ആവും. നെക്സ്റ്റ് ചോദ്യം, റൈറ്റ് ഡൗൺ ദ IUPAC നെയിം ഓഫ് ഇറ്റ്സ് ഐസോമർ വിത്ത് എ സിംഗിൾ ബ്രാഞ്ച്. സിംഗിൾ ബ്രാഞ്ച് ഉള്ള ഐസോമറിന്റെ IUPAC നെയിം എഴുതണം. എഴുതിയേക്കാം. ഇയാള് ശരിക്കും മോളിക്കുലർ ഫോർമുല നോക്കിയാൽ നിങ്ങൾ 6 കാർബൺ ആറ്റം ഉള്ള C6H14 ആണ് ഇരിക്കുന്നത്. C6H14 ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഐസോമർ എന്ന് പറയുമ്പോ അയാളുടെ മോളിക്കുലർ ഫോർമുല C6H14 ആവണം. ആയിക്കോട്ടെ. പ്രത്യേകത, ഒരൊറ്റ ബ്രാഞ്ചേ പാടുള്ളൂ, 2 ബ്രാഞ്ച് പറ്റില്ല. അപ്പൊ ശരി, ആ ഒടിച്ചു കുത്തിയിരിക്കുന്ന ആ ഒരു ബ്രാഞ്ചിനെ എടുത്ത് നമുക്ക് നേരെ അങ്ങോട്ട് ഫിറ്റ് ചെയ്തേക്കാം. ഫിറ്റ് ചെയ്തോ. CH3, ഹൈഡ്രജൻ എഴുതണ്ട കേട്ടോ, ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തെറ്റിക്കുന്നില്ല. C 4 കാർബണായി, 4 എണ്ണം. ഇനി CH3 എടുത്ത് അവിടെ കൂടെ വെച്ച് നോക്കാം. C അപ്പൊ 5 കാർബൺ ആറ്റം ആയി. ആ CH3 ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഇങ്ങോട്ടും മാറ്റണ്ട. ഇനി ഹൈഡ്രജനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ കാർബണിന് 4 വാലൻസി ഉള്ളൂ, അത് എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. ആരാ ഇത്? 2-methyl pentane. ഇതാരാ? 2,3-dimethyl butane. ഇത് 2-methyl pentane. രണ്ടിന്റെയും മോളിക്കുലർ ഫോർമുല നോക്കിക്കോ, C6H14 തന്നെ. ഓക്കെ, അപ്പൊ അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോ ആൾക്കാരുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, ബ്രാഞ്ച് ചെയിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. സോ ദേ ആർ ചെയിൻ ഐസോമേഴ്സ്. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ഡൗൺ ദ മോളിക്കുലർ
write down the formula of carboxylic group. Carboxylic group ആരാ? നമ്മുടെ carboxylic acidsന്റെ ഗ്രൂപ്പ് ആരാ? അത് COOH. ഒരു മാർക്ക് വരുന്ന വഴി എന്തൊരു സിമ്പിൾ അല്ലേ? COOH. Then നാലാമത്തെ ചോദ്യം, what is the IUPAC name of നീണ്ട് നിവർന്ന് വിശാലമായി കിടക്കുന്ന ഒരു ഡബിൾ ബോണ്ട് ഒക്കെയുള്ള ഇയാളുടെ IUPAC നെയിം എന്താണ്? 1 2 3 4 5 6 കാർബൺ ആറ്റം ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോ നാലാമത്തെ കാർബൺ ആറ്റത്തില്, ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണുമ്പോ രണ്ടാമത്തെ കാർബൺ ആറ്റത്തില് പേരെന്താ മക്കളെ? ഹെക്സ-2-ഈൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയപ്പോ നാലാമത്തെ കാർബൺ ആറ്റം, ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണുമ്പോഴോ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഡബിൾ ബോണ്ട് കിടക്കുന്നത്. അപ്പൊ ഹെക്സ-2-ഈൻ ആണ് ഇയാളുടെ പേര്. ഡബിൾ ബോണ്ട് വന്ന സഫിക്സ് എന്താ ചേർക്കുക? ഈൻ എന്നാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ദെൻ അപ്പൊ 4 ചോദ്യം ആൻസർ ചെയ്തു, 4 മാർക്ക് കിട്ടി. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബൈ ചൂസിംഗ് ദ സ്യൂട്ടബിൾ വൺസ് ഗിവൻ ഇൻ ദ ബോക്സ് ബിലോ. ABCD എന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാൻ, കറക്റ്റ് ആയ ഏതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാൻ? ഇതിൻ്റെ അകത്ത് നല്ല മക്കളെ ദാ കൊടുക്കും, ABCDEF 6 കോമ്പൗണ്ട്സ്, 6 വ്യത്യസ്തമായ കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് ഈ പറഞ്ഞേക്കുന്ന ആൾക്കാരെ കൃത്യമായിട്ട് സെലക്ട് ചെയ്തോളാം. സെലക്ട് ചെയ്താലോ, എ പെയർ ഓഫ് ഫങ്ഷണൽ ഐസോമർ. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഫങ്ഷണൽ ഐസോമേഴ്സ് 2 കൂട്ടരാണ്. ആരൊക്കെയാ അത്? നമ്മുടെ ഈഥറും ആൽക്കഹോളും. ഈഥറും ആൽക്കഹോളുമാണ് നമ്മുടെ ഫങ്ഷണൽ ഐസോമർ. ദാറ്റ് മീൻസ് സെയിം മോളിക്യുലർ ഫോർമുല, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്, ഈഥറും ആൽക്കഹോളും. ഓക്കെ, അപ്പൊ കണ്ടുപിടിച്ചോ ഈഥറും ആൽക്കഹോളും. ഒരൊറ്റ ഈഥറേ അവിടെ ഉള്ളൂ. ആൽക്കോക്സി ഗ്രൂപ്പിൽ ഒറ്റ ഈഥറേ അവിടെ ഉള്ളൂ. 3 കാർബൺ ആറ്റമുള്ള ഈഥർ, 3 കാർബൺ ആറ്റമുള്ള ഈഥർ എങ്കിൽ 3 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ കണ്ടുപിടിച്ചോ. അറിയാ മക്കളെ? ഇതാ കിടക്കുന്നു, 3 കാർബൺ ആറ്റമുള്ള ആൽക്കഹോൾ. എയും ഇയുമാണ്, A and E ല്ലേ? അവ രണ്ടുപേരും ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. ദെൻ ഈഥർ ആരാണ്? അതല്ലേ ഇപ്പൊ തന്നെ കണ്ടത് നമ്മള്. ആൽക്കോക്സി ഗ്രൂപ്പുള്ള ഓക്സിജൻ മാത്രം നടുവിൽ എടുക്കുന്ന അതാണ് ആര്? ഈഥർ അല്ലേ? A. ഈഥർ A ആണ്. ദെൻ വിനീഗർ അതെവിടെയാ? വിനീഗർ നമ്മുടെ അസറ്റിക് ആസിഡ്, നമ്മുടെ 2 കാർബൺ ആറ്റമുള്ള കാർബോക്സിലിക് ആസിഡ്. ആരാ മക്കളെ? സോറി, അത് 3 കാർബൺ ആറ്റമുള്ള ആളാണ് അല്ലെ. ഇതാ വരുന്നു 2 കാർബൺ ആറ്റമുള്ള ആള്, സി ആണ് നമ്മുടെ വിനീഗർ. ദെൻ എ പെയർ ഓഫ് പൊസിഷൻ ഐസോമേഴ്സ്. ഫങ്ഷണൽ ഐസോമർ പറഞ്ഞു ഈഥറും ആൽക്കഹോളും. പൊസിഷൻ ഐസോമർ പറഞ്ഞാൽ എന്താ? യെസ്, ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ ഡിഫറെന്റ് ആയത്. അതാരുള്ളത് ഇതിനകത്ത്? ആൽക്കഹോൾ ആണ് ഇങ്ങനെ നിരന്നിരിക്കുന്നത്. നോക്കിക്കോ, ദാ കൊടുക്കണു 2 ആള്, 4 കാർബൺ ആറ്റം, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ്, 4 കാർബൺ ആറ്റം, രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ്. രണ്ടും എന്താണ്? പൊസിഷൻ ഐസോമേഴ്സ് ആണ്. ഫങ്ഷണൽ സെയിം മോളിക്യുലർ ഫോർമുല, ഡിഫറെന്റ് പൊസിഷൻ ഫോർ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ബിയും ഡിയും, ബി ആൻഡ് ഡി കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് ഭംഗിയായിട്ട് ആൻസർ ചെയ്ത ഒരു സംശയം വേണ്ട. ഓക്കെ, ഫങ്ഷണൽ ഐസോമറിനെ കിട്ടി, ഈഥറിനെ കിട്ടി, വിനീഗറിനെ കിട്ടി, പൊസിഷൻ ഐസോമറിനെ കിട്ടി, എല്ലാവരും കൃത്യമായിട്ട് കിട്ടി. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട് ആരാ മക്കളെ? അത് ഹാലോ ഗ്രൂപ്പ് ആണല്ലേ. ക്ലോറിൻ നമ്മുടെ ഹാലോജൻ ഹാലോ ഗ്രൂപ്പ് ആണ്. 2 ഹാലോ ഗ്രൂപ്പ് ഉണ്ട്. 2 ഹാലോ ഗ്രൂപ്പ് വന്നാ, ഹാലോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആണ് കിടക്കുന്നത്. അപ്പൊ ക്ലോറോ അല്ലെ. അപ്പൊ 2 ക്ലോറിൻ വന്നാ ഡൈക്ലോറോ. മെയിൻ ചെയിന് പിന്നെ സംശയമൊന്നുമില്ല, ഒരൊറ്റ ചെയിനെ കാണാനുള്ളൂ അല്ലെ. 4 കാർബൺ ആറ്റം ഉള്ള മെയിൻ ചെയിൻ. 4 കാർബൺ ആറ്റം വന്നാൽ അത് ബ്യൂട്ടെയിൻ ആണ്. അതിന്റെ എത്രാമത്തെ പൊസിഷനിലാ ഈ 2 ക്ലോറിൻ ആറ്റം ഇരിക്കുന്നേ? 1 2 3 4. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയപ്പോ 3, 1 2 3 4. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയപ്പോ രണ്ടാമത്തെ കാർബണിൽ. അപ്പൊ ഏതാ സെലക്ട് ചെയ്യണ്ടേ? 2 ആണ് സെലക്ട് ചെയ്യണ്ടേ. 2 ഡൈക്ലോറോബ്യൂട്ടൈൻ, 2 ഡൈക്ലോറോബ്യൂട്ടൈൻ. ഓക്കെ മക്കളെ, IUPAC നെയിം. ഒരു മാർക്കേ ഉള്ളൂ, വലിയ പറയാനില്ല, എന്നാലും കിട്ടിയില്ലേ, അത്രേ ഉള്ളൂ. Then the structural formula of some compounds are given. തന്നോട്ടെ ചോദ്യം, which of these is an alkane? ആരാണ് ഈ കൂട്ടത്തില് ആൽക്കെയിൻ എന്ന്? ആദ്യം തന്നേക്കുന്നത്
ഈതറാണ്. രണ്ടാമത് തന്നേക്കുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. ഇത് ആൽക്കഹോൾ ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല, സിംഗിൾ ബോണ്ടഡ് ആയിട്ട് കുറച്ച് കാർബൺ ആറ്റം നിരത്തി വെച്ചേക്കാണ്. അപ്പൊ അതാണ് നമ്മുടെ ആൽക്കൈൻ. ഓക്കെ, യെസ്, സിംഗിൾ ബോണ്ടഡ് ആയ കാർബൺ ആറ്റം ഉള്ള ആൽക്കൈൻ. Write the structural formula of the position isomer of third compound. Third compound ആരാ? നമ്മുടെ ആൽക്കഹോൾ 3 കാർബൺ ആറ്റം ഉള്ള ഒന്നാമത്തെ കാർബൺ ആറ്റം അല്ലെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടുമ്പോൾ 3 ആണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുമ്പോൾ 1. ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പ് ഉള്ള നമ്മുടെ കോമ്പൗണ്ട്. ഇയാളുടെ ഒരു പൊസിഷൻ ഐസോമർ വേണം. ഇയാൾക്ക് ഒരു ഒറ്റ പൊസിഷൻ ഐസോമറേ ഉള്ളൂ, അത് ഇയാളാണ്. ഓക്കെ മക്കളെ, പ്രൊപ്പൻ 2 ഓൾ. ഇത് പ്രൊപ്പൻ 1 ഓൾ ആണ്, ഇത് പ്രൊപ്പൻ 2 ഓൾ ആണ്. ഇതാണ് നമ്മുടെ തേർഡ് കോമ്പൗണ്ടിന്റെ പൊസിഷൻ ഐസോമർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്സ് ആർ ഫങ്ഷണൽ ഐസോമേഴ്സ്? നമുക്ക് പഠിക്കാനുള്ള ഒരൊറ്റ ഫങ്ഷണൽ ഗ്രൂപ്പ്, ഫങ്ഷണൽ ഐസോമർ ആരാ? ഈതറും ആൽക്കഹോളും, എയും സിയും. എ ആൻഡ് സി, എയും സിയുമാണ് നമ്മുടെ ഫങ്ഷണൽ ഐസോമേഴ്സ്. Then our D question, write the structural formula of the chain isomer of the fourth compound. D, നാലാമത്തെ കോമ്പൗണ്ട്, അതിന്റെ ചെയിൻ ഐസോമറിനെ വേണം. ചെയിൻ ഐസോമർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇവിടെ ഇങ്ങനെ കാർബൺ ആറ്റം നിരന്നിരിക്കുകയായിരുന്നു, അതിനോട് ചൂത്തണം, ബ്രാഞ്ച് ആക്കാം. ഈ കാർബൺ ആറ്റത്തിനെ എടുത്തിട്ട് ഇവിടെ കുത്തിയാൽ മതിയാ? ഇവിടെ കുത്തിയ തെറ്റി, അത് ഒന്നാമത്തെ കാർബൺ ആറ്റത്തിന് ഒരു വ്യത്യാസമില്ല അല്ലെ, ഇവിടെ കൊണ്ടുപോയി കുത്തണം. യെസ്, പേരെന്താ മക്കളെ? CH3. ഒരു പെങ്ങില്ലാണ്ടായല്ലോ അല്ലെ, ടീച്ചർക്ക് ഭംഗിയായിട്ട് കേട്ടോ. ഓക്കെ, CH3OH. ഇതാണ് എന്ത്? പ്രൊപ്പൻ 2. ഇയാളാണ് ഇതിന്റെ പൊസിഷൻ. പൊസിഷൻ OH ആയിരുന്നില്ല, നമ്മുടെ ചെയിൻ മിഥൈൽ ആയിരുന്നു അല്ലെ. ഓക്കെ, ഭംഗി പിടിച്ചപ്പോ ടീച്ചർ ഫങ്ഷണൽ ഗ്രൂപ്പ് മറന്നുപോയതല്ലേ ഗൈസ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കിയതാ. ഓക്കെ, CH3 രണ്ടാമത്തെ കാർബൺ ആറ്റം അല്ലെ. അപ്പൊ ഇതെന്താ? മറ്റോടത്ത് 4 കാർബൺ ആറ്റം നിരന്നിരിക്കുകയായിരുന്നു. നമ്മൾ അതിലൊരു കാർബൺ ആറ്റം എടുത്ത് ബ്രാഞ്ച് ആക്കി വെച്ചപ്പോ അതെന്തായിട്ട് മാറി? അതിന്റെ ചെയിൻ ഐസോമർ ആയി. മോളിക്കുലർ ഫോർമുല സെയിം ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, നമ്മുടെ ചെയിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. സോ ദേ ആർ ചെയിൻ ഐസോമേഴ്സ്. ഇയാളുടെ പേര് 2-methyl propane. മറ്റേത് ബ്യൂട്ടൈൻ ആയിരുന്നു. രണ്ടും രണ്ടാൾക്കാരാ അല്ലെ, പക്ഷെ ചെയിൻ ഐസോമേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ എല്ലാ ചോദ്യങ്ങളുടെ ആൻസറും കിട്ടി. എന്തൊക്കെയായിരുന്നു? ആദ്യം ആൽക്കേനെ കണ്ടുപിടിച്ചു, നമ്മുടെ ആൽക്കഹോളിന്റെ പൊസിഷൻ ഐസോമറിനെ കണ്ടുപിടിച്ചു, ഈ കൂട്ടത്തില് ഫങ്ഷണൽ ഐസോമേഴ്സ് ആരാന്ന് കണ്ടുപിടിച്ചു, പിന്നെ ഇയാളുടെ ചെയിൻ ഐസോമറിനെയും കണ്ടുപിടിച്ചു. ഇതാണ് ടെസ്റ്റ് അല്ലെ, സിമ്പിൾ ചോദ്യം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു സ്ട്രക്ചർ തന്നോട്ടെ. How many carbon atoms are there in the main chain and which is the word root? Identify the branch and its position number. Then write the IUPAC name of this compound. ഈ ഇങ്ങനത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് തെറ്റിയ ഇങ്ങോട്ട് കംപ്ലീറ്റ് മാർക്കും പോയ വഴി അറിയില്ല. ഇതിങ്ങനെ വഴിക്ക് ഓടിപ്പോ. കാരണം എന്താ? മെയിൻ ചെയിൻ തെറ്റിയാ പിന്നെ ബ്രാഞ്ച് തെറ്റിയാ പിന്നെ IUPAC നെയിം ആ വഴിക്ക് പോലും ഇല്ല, അതും തെറ്റി. സോ സിമ്പിൾ. പിന്നെ കോപ്പി അടിച്ചേക്കാം. അല്ലാതെ നിങ്ങളായിട്ട് എഴുതി തുടങ്ങിയ ഈ 3 ചോദ്യത്തിനും ഒരെണ്ണം തെറ്റിയാ എല്ലാം തെറ്റും. ഓക്കെ, 1 മാർക്ക് പോയാൽ 3 മാർക്ക് പോകും. ഒരെണ്ണം കിട്ടിയാലോ എല്ലാതും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം അല്ലെ. ഒരെണ്ണം കിട്ടിയാൽ ബാക്കി എല്ലാം കിട്ടും, ഫുൾ മാർക്സ് കഴിഞ്ഞിരിക്കും. സിമ്പിൾ ചോദ്യം. IUPAC നെയിമിംഗ് അറിയാന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടാനുള്ള ചോദ്യം. ഇനി തെറ്റിക്കാൻ പോകുന്നത് മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. മെയിൻ ചെയിൻ എപ്പോഴും നീണ്ടിരിക്കും, ഒരു ഒറ്റ വരയായിരിക്കും മെയിൻ ചെയിൻ. ദാ കൊടുക്കണു ടീച്ചറെ മെയിൻ ചെയിൻ. തെറ്റി, പോട്ടെ, തെറ്റ് പോയില്ലേ, മാർക്ക് പോയില്ലേ? മാർക്ക് പോയ വഴിയൊന്നും കണ്ടില്ലല്ലോ. പോയി. അതല്ല മെയിൻ ചെയിൻ. ഏതാണ് മെയിൻ ചെയിൻ? നേരത്തെ വരച്ച ഒറ്റ വരയിൽ 4 കാർബൺ ആറ്റേ ഉള്ളൂ. ഇവിടെ 5 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ മക്കളെ അതാണ് മെയിൻ ചെയിൻ. ബാക്കി വന്ന അയാളാണ് നമ്മുടെ ബ്രാഞ്ച്. അപ്പൊ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം. Then what is the word root? ഏതാ വേർഡ് റൂട്ട്? പെന്റ്. 5 കാർബൺ ആറ്റം വന്ന പെന്റ് അല്ലെ. ഐഡന്റിഫൈ ദ ബ്രാഞ്ച് ആൻഡ് ഇറ്റ്സ് പൊസിഷൻ നമ്പർ. ബ്രാഞ്ച് ആരാ? 1 കാർബൺ ആറ്റം ഉള്ള നമ്മുടെ മിഥൈൽ ആണ്. അയാളുടെ പൊസിഷനോ
1 2 3 4 5 ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണി 1 2 3 4 5 അതും 3 തന്നെ. ദാറ്റ് മീൻസ് മൂന്നാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ബ്രാഞ്ച് ഇരിക്കുന്നത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. എന്താ മക്കളെ പേര്? 3-methyl pentane. 3-methyl pentane. 3-methyl pentane. Simple. Okay then. What are isomers? Write the structural formula of any two position isomers of an alcohol with molecular formula. This molecular formula തന്നിട്ടുണ്ട്. അതിന്റെ പൊസിഷൻ ഐസോമേഴ്സിനെ വരച്ചേക്കാം. അതിന് മുന്നേ ആ വാട്ട് ആർ ഐസോമേഴ്സ് അതും കൂടെ ചെയ്തേക്കണം. എന്താ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുലയുള്ള ബട്ട് ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവർ കാണിക്കുന്ന അങ്ങനെ ഒരു ഫിനോമിനൻ കാണിക്കുന്നതിന് പറയുന്ന പേരാണ് ഐസോമെറിസം. അല്ലെ, നമുക്കറിയാം 3 ടൈപ്പ് ഐസോമേഴ്സ് ഉണ്ട്. ആരൊക്കെയാ? ചെയിൻ ഐസോമേഴ്സ്, പൊസിഷൻ ഐസോമേഴ്സ്, ഫങ്ഷണൽ ഐസോമേഴ്സ്. പഠിച്ചിട്ടുണ്ട് നമ്മള്. പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കാട്ടോ, പഠിക്കാം, അത് ചോദിക്കും. ഓക്കെ, ദെൻ ബിഗ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താ അത്? C5H12O തന്നിട്ടുണ്ട്, മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. അത് ഈതർ ആണോ ആൽക്കഹോൾ ആണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നേണ്ടതാണ്. തോന്നിയില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. കാരണം ഓയിലിൽ എടുക്കുന്നേ ആൽക്കഹോളും ആവാം ഈതറും ആവാം. അപ്പൊ ചോദ്യത്തിലേ മര്യാദക്ക് തന്നിട്ടുള്ളത് ആൽക്കഹോൾ ആണ്, സംശയമൊന്നുമില്ല. OH ഗ്രൂപ്പുള്ള നമ്മുടെ ആൽക്കഹോൾ ആണ്. ഇനി 2 പൊസിഷൻ ഐസോമർ എഴുതണം. പൊസിഷൻ നമുക്ക് അവരൊന്നും തന്നിട്ടില്ല, സ്ഥിതിക്ക് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ആദ്യം തന്നെ നിരക്കി ഒരെണ്ണം എഴുതി കൊടുക്കാം. 3 4 5 കാർബൺ ആറ്റവും ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ OH ഗ്രൂപ്പുമായിട്ട് നിരത്തി പിടിച്ച് ഒരെണ്ണം എഴുതി കൊടുക്കാം. കാർബൺ ഹൈഡ്രജനെ ഫിൽ ചെയ്തോ. ഓക്കെ, സെറ്റ്. ഇയാളെ കിട്ടി. ഇനി പരിപാടി കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് വേണം? ഇനി ഇതിന്റെ ഒരു പൊസിഷൻ ഐസോമർ കൂടെ വേണം. ഇത് ഒന്നാമത്തെ കാർബണിലെ OH ഗ്രൂപ്പ് ഇരിക്കണേ, നമുക്ക് രണ്ടാമത്തെ കാർബണിൽ ഫിറ്റ് ചെയ്യാം. ഫിൽ ചെയ്തോ, ഹൈഡ്രജനെ ഫിൽ ചെയ്യാം. പേരെന്താ? പെന്റൻ 1 ഓൾ, പേര് പെന്റൻ 2 ഓൾ. സിമ്പിൾ ആണ് അല്ലെ? പെന്റൻ 1 ഓൾ, പെന്റൻ 2 ഓൾ. രണ്ടും പൊസിഷൻ ഐസോമേഴ്സ് ആണ്. അതായത് സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് പൊസിഷനിൽ ഇരിക്കുകയാണ്. സെയിം മോളിക്കുലർ ഫോർമുല C5H12O തന്നെയാണ് മോളിക്കുലർ ഫോർമുല. കിട്ടി, ഉത്തരം കിട്ടി. ഓക്കെ മക്കളെ, അപ്പൊ അതും കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. സ്ട്രക്ചർ തന്നിട്ട് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ. എന്റെ മക്കളെ എന്തൊരു സുഖം അല്ലെ. 2 ഹൈഡ്രജന് എത്ര കാർബൺ ഉണ്ട്? 5+2 7 കാർബൺ ആറ്റം ഉണ്ട്. C7 CnH2n+2 അല്ലേ ആൽക്കീന്റെ സ്ട്രക്ചർ. അപ്പോ 7 × 2 14 + 2 16. ഇനി വേണമെങ്കിൽ ഹൈഡ്രജൻ എണ്ണി നോക്കിപ്പോ, അത് തന്നെ ഉത്തരം, സംശയമൊന്നുമില്ല. ഓക്കെ, C7H കാർബൺ ആണ് വരച്ചിരിക്കുന്നത്. കാർബൺ അല്ല മക്കളെ, ഹൈഡ്രജൻ. C7H6. Then write the IUPAC name of this compound. പേരെഴുതാം. എഴുതിയാലോ. ആദ്യം ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. 5 കാർബൺ ആറ്റം ഒടിച്ചതും നോക്കി, 5 കാർബൺ ആറ്റം. അപ്പോ ലോങ്സ്റ്റ് ചെയിൻ 5 കാർബൺ ആറ്റം തന്നെ. 5 കാർബൺ ആറ്റം വന്നത് ആള് പെന്റെയിൻ ആണ്. ഇനി ബാക്കിയുള്ള ബ്രാഞ്ച്, അപ്പൊ നമുക്ക് ഇത് സെലക്ട് ചെയ്യാം അല്ലെ. എല്ലാ സ്ഥലത്തും 5 ആയതുകൊണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ. അപ്പൊ ബാക്കി വരുന്നത് ബ്രാഞ്ച് ആണ്. 2 കാർബൺ ആറ്റം ഉള്ള ബ്രാഞ്ച് ഏതാ മക്കളെ? 2 കാർബൺ ആറ്റം ഉള്ള മീഥൈൽ ആണോ? അല്ല, ഈഥൈലാണ്. ഇനി ഈഥൈലിന്റെ പൊസിഷൻ എവിടെയാ? അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാലും ഇവിടെ നിന്ന് അങ്ങോട്ട് എണ്ണിയാലും മൂന്നാമത്തെ കാർബൺ ആറ്റത്തിലാണ് ഈഥൈൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പൊ പേരെന്താ? 3-ethyl pentane. 3-ethyl pentane. അപ്പൊ രണ്ടും കിട്ടി. IUPAC നെയിം കിട്ടി, മോളിക്കുലർ ഫോർമുല കിട്ടി. Then again alcohol and ether വന്നിട്ടുണ്ട്. write the molecular formula of this compounds. കണ്ടുപിടിച്ചേക്കാം. C4H10O. C4H10O. CnH2n+2O ആണല്ലേ വരാം. ഒരു ഓക്സിജനും കൂടെ വരും, അത്രേ ഉള്ളൂ. C4H10O. Then അടുത്ത ചോദ്യം, which type of isomerism do they exhibit? ആൽക്കഹോളും ഈതറും എന്ത് ഐസോമറിസ കാണിക്കുന്നേ? അവര് ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ്. എക്സ്പ്ലെയിൻ ദിസ് ഐസോമറിസം. എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഈ ഐസോമറിസം എന്താന്ന് പറയാൻ. എന്താ മക്കളെ ഐസോമറിസം? സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഒരെണ്ണം ഈതർ ആണ്, ഒരെണ്ണം ആൽക്കഹോൾ ആണ്. അപ്പൊ ഐസോമറിസം എക്സ്പ്ലെയിൻ ചെയ്തു. സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്.
അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് functional isomers. Then last question, write the structural formula of a position isomer of first compound. First compound ആരാ? നമ്മുടെ ബ്യൂട്ടനോൾ ആണ്. 4 കാർബൺ ആറ്റവും 4 കാർബൺ ആറ്റത്തിന്റെ അറ്റത്ത് ഒരു OH ഗ്രൂപ്പ് ഉള്ള ബ്യൂട്ടനോൾ ആണ് നമ്മുടെ കോമ്പൗണ്ട്. അതിന്റെ പൊസിഷൻ ഐസോമർ വേണം. ഇവിടെ ഒന്നാമത്തെ കാർബണിൽ OH ഇരിക്കണം അല്ലെ, നമുക്ക് രണ്ടാമത്തെ കാർബണിൽ ഫിറ്റ് ചെയ്യാം. ഇനി മൂന്നാമത്തെ കാർബൺ ആറ്റവും 4ാമത്തെ കാർബൺ ആറ്റവും ഒക്കെ ഉണ്ടാ? ഉണ്ടായത് തെറ്റോട്ടാ, അവിടെ ഒന്നും ഇല്ല. ഇവിടെയൊക്കെ വന്നാൽ എന്താ അത് ആ സൈഡിൽ നിന്നുമ്പോ രണ്ടാമത്തെ പൊസിഷനാ. ഇവിടെ ഇട്ടാലോ ആ സൈഡിൽ നിന്നും 1ാമത്തെ പൊസിഷനാ. അപ്പൊ 3ഉം 4ഉം ഒന്നും ഇല്ല, അവിടെ 1ഉം 2 ഉള്ളൂ. അപ്പൊ രണ്ടാമത്തെ പൊസിഷൻ. ഇയാളുടെ പേരെന്താ? ബ്യൂട്ടൻ 2 ഓൾ. ഇത് ബ്യൂട്ടൻ 1 ഓൾ ആണെങ്കിൽ ഇത് ബ്യൂട്ടൻ 2 ഓൾ. ഹൈഡ്രജനും കൂടെ ഫിൽ ചെയ്യണട്ടോ മക്കളെ. ഞാൻ ഇങ്ങനെ ഒരു ഓളത്തിന്റെ പുറത്ത് ഇങ്ങനെ വിട്ട് കളയാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് വിട്ട് കളഞ്ഞാൽ മാർക്ക് ആ വഴിക്ക് പോകും. Okay, CH3, CH2, CH3. Okay, yes. അപ്പൊ ബ്യൂട്ടൻ 2 all, ബ്യൂട്ടൻ 1 all ന്റെ പൊസിഷൻ ഐസോമേഴ്സ്. ഓക്കെ മക്കളെ, then C4 H 5 6 7 3 10. ഓക്കെ, സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പൊസിഷൻ ഐസോമർ ഓഫ് ഫസ്റ്റ് കോമ്പൗണ്ട്. അപ്പൊ 4 ചോദ്യം കഴിഞ്ഞു. എന്തായിരുന്നു? മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കണം, പിന്നെ ഐസോമർസം ഏതാന്ന് പറയണം, അത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ആ ഫസ്റ്റത്തെ ആളുടെ ഒരു പൊസിഷൻ ഐസോമറും പറയണം, അതും പറഞ്ഞു. ഡൺ. ഈ നെക്സ്റ്റ് ചോദ്യം, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഹോമോലോഗസ് സീരീസ്? ഹോമോലോഗസ് സീരീസിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ആൽക്കീൻ, ആൽക്കൈൻ, ആൽക്കീൻ തുടങ്ങിയ 3 ആൾക്കാരും ഹോമോലോഗസ് സീരീസ് ആണ്. കാരണം എന്താ? അവർക്കൊക്കെ ഒരു ജനറൽ ഫോർമുല ഉണ്ട് അല്ലെ, CnH2n, CnH2n + 2, CnH2n - 2 ജനറൽ ഫോർമുലയുള്ള ഗ്രൂപ്പുകളാണ്. സക്സസീവ് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. 2 മെമ്പേഴ്സ്, അടുത്തടുത്ത മെമ്പേഴ്സ് തമ്മിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ സക്സസീവ് മെമ്പേഴ്സിന്റെ തമ്മിലുള്ള CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതും അതിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഇവരെ മെമ്പേഴ്സ് എല്ലാവരും കെമിക്കൽ പ്രോപ്പർട്ടി സിമിലർ ആയിരിക്കും. അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് റെഗുലർ ആയ ഒരു ഗ്രഡേഷൻ ഉണ്ടായിരിക്കും, റെഗുലർ ആയ ഒരു ചേഞ്ച് ഉണ്ടാവും. കൂടി വരികയാണെങ്കിൽ കൃത്യമായിട്ട് കൂടി വരിക, അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണെങ്കിൽ കൃത്യമായിട്ട് കുറഞ്ഞു വരിക. അങ്ങനെ റെഗുലർ ഗ്രഡേഷൻ ഉണ്ടാവും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലെ. കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലർ ആയിരിക്കും, തമ്മിലൊരു CH2. ഈ 2 പോയിന്റ്സ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം. അവരെ നമുക്ക് ജനറൽ ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 2 ആൾക്കാർ മെമ്പേഴ്സ് തമ്മിൽ, സക്സസീവ് മെമ്പേഴ്സ് തമ്മിൽ, അടുത്തടുത്ത ആൾക്കാർ തമ്മിൽ CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ് ആണുള്ളത്. ഒരു കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും ഡിഫറൻസ് ആണുള്ളത്. Then our next ചോദ്യം, what is the IUPAC name of this compound? ഈ കോമ്പൗണ്ടിന്റെ പേര് എന്താണെന്ന്? 3 കാർബൺ ആറ്റം ഉള്ള സൈക്ലിക് ആയ സ്ട്രക്ചർ. സൈക്ലിക് ആയ ആൾക്കാരുടെ പേര് എഴുതുമ്പോൾ എന്താ പ്രത്യേകത? സൈക്ലോ എന്ന് ഫ്രണ്ടിൽ കൊടുക്കണം. കൊടുത്തു. 3 കാർബൺ ആറ്റം, ഡബിൾ ബോണ്ട് ഇല്ല, ട്രിപ്പിൾ ബോണ്ട് ഇല്ല, സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇതൊരു പ്രൊപ്പെയിൻ ആണ്. പക്ഷെ പ്രത്യേകത അവർ അടച്ചു വെച്ചേക്കുക അല്ലെ, സൈക്ലോ പ്രൊപ്പെയിൻ ആണ്. തന്നിരിക്കുന്ന സ്ട്രക്ചറിൽ ഡബിൾ ബോണ്ട് ഒന്നും ഇല്ലല്ലോ എന്ന് കൺഫേം ചെയ്യാം കേട്ടോ. സൈക്ലോ പ്രൊപ്പെയിൻ ആണ് തന്നേക്കുന്നത്. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, 2 കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. IUPAC നെയിം ഓഫ് ദി ഫസ്റ്റ് കോമ്പൗണ്ട് ഈതർ ആണല്ലേ. ഈതറിന്റെ പേര് എങ്ങനെ എഴുതാ? ആൽക്കോക്സി ആൽക്കെയിൻ. ആൽക്കോക്സി ആൽക്കെയിൻ. ദാറ്റ് മീൻസ് കുറച്ച് കാർബൺ ആറ്റം ഉള്ള ആളെ ആൽക്കോക്സിയുടെ കൂടെ എഴുതണം, കുറെ കാർബൺ ആറ്റം ഉള്ള ആളെ ആൽക്കെയിന്റെ കൂടെ എഴുതണം. അപ്പൊ ഇവിടെ കുറച്ച് കാർബൺ ആറ്റം, ഒരു കാർബൺ ആറ്റം അല്ലെ, മെത്തോക്സി ഈഥെയിൻ. മെത്തോക്സി ഈഥെയിൻ. These 2 organic compounds are isomers. Why? എന്തുകൊണ്ട്? നമ്മൾ കുറെ വട്ടം പറഞ്ഞു അല്ലെ, ആൽക്കഹോളും ഈതറും സെയിം മോളിക്കുലർ ഫോർമുല, ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ്, അതുകൊണ്ട് അവർ ഐസോമർ ആണ്. Which type of isomerism is exhibited by them? എന്ത് ഐസോമർസ് അവർ കാണിക്കുന്നത്? ചെയിൻ ഐസോമർസ് ആണോ? പൊസിഷൻ ഐസോമർസ് ആണോ? അല്ല, ഫങ്ഷണൽ ഐസോമറിസം. Functional isomerism. Then D question, write the structural formula of the position isomer of the second compound. ആൽക്കഹോളിനെ കണ്ട അപ്പ ചോദിക്കാൻ തോന്നും പൊസിഷൻ ഐസോമർസ്. നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതിക്കോ. 3 കാർബൺ ആറ്റത്തിന്റെ 1ാമത്തെ കാർബൺ ആറ്റത്തില് OH ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ടാ. അതെന്ത് ചെയ്യാ? 2ാമത്തെ കാർബണിലേക്ക് മാറ്റി എഴുതാ. ഹൈഡ്രജന്റെ എണ്ണം കൃത്യമായിട്ട് കൊടുക്കുക. അപ്പൊ തെറ്റില്ല. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇതേ മോഡൽ സാധനം. വേഗം ചെയ്തോ കേട്ടോ, എല്ലാവരും ഒറ്റയ്ക്ക് ചെയ്തോ. CH3 CH2 OH തന്നേക്കുന്ന ആള്, ആ OH ഗ്രൂപ്പ് 1ാമത്തെ കാർബണിലായിരിക്കുന്ന അല്ലെ, എടുത്ത് 2ാമത്തേക്ക് വെക്കുക. എന്നിട്ട് ഹൈഡ്രജൻ എണ്ണം കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് പൊസിഷൻ ഐസോമറിനെ കിട്ടും. ഇത് പ്രൊപ്പൻ 1 ഓൾ ആണ്, പ്രൊപ്പൻ 2 ഓൾ ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട്.
Then identify the alkene among the given hydrocarbons. Alkene double bond ആയ ആളല്ലേ, എന്താ ജനറൽ ഫോർമുല? CnH2n. അപ്പൊ n equal to ആദ്യത്തെ കോമ്പൗണ്ട് n equal to 2 ആണ്, 2n equal to 4 ആണ് വരേണ്ടത്, 6 ആണ്. അപ്പൊ ഇയാളല്ല, ദാ കിടക്കുന്ന അപ്പുറത്തന്നെ ആളല്ലേ, തൊട്ടപ്പുറത്തന്നെ ആള് കിടപ്പുണ്ട്. അതാരാ? C2H4. n equal to 2, 2n equal to 4. വേറെ ആർക്കും ആ ഒരു ജനറൽ ഫോർമുല അപ്ലിക്കബിൾ അല്ല. അപ്പൊ അതാണ് നമ്മുടെ ആൽക്കീൻ. നെക്സ്റ്റ് ചോദ്യം, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ആണെങ്കിൽ fill in the blanks. Find the relation and fill in the blanks. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് OH ആണെങ്കിൽ കാർബോക്സിലിക് ഗ്രൂപ്പ് ഏതാ? COOH. നമ്മുടെ കാർബോക്സിലിക് ആസിഡിന്റെ ഗ്രൂപ്പ് അല്ല, കാർബോക്സിലിക് ഗ്രൂപ്പ് COOH. The next question, what is the molecular formula of aromatic compound benzene? aromatic compounds ഒറ്റ കോമ്പൗണ്ടേ പഠിക്കാനുള്ളൂ, അത് ബെൻസീൻ ആണ്. ബെൻസീന്റെ സ്ട്രക്ചറും അതിന്റെ മോളിക്കുലർ ഫോർമുലയും പഠിച്ചു വെച്ചോ, ചിലപ്പോൾ ഒരു മാർക്ക് പോണ വഴി അറിയില്ല. എന്താ ബെൻസീന്റെ മോളിക്കുലർ ഫോർമുല? C6H6. സ്ട്രക്ചർ ഒക്കെ ഓർത്ത് നോക്കാം. 6 കാർബൺ ആറ്റം ഉള്ള ഒരു സൈക്ലിക് സ്ട്രക്ചർ, എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻ ആറ്റം ഇരിപ്പുണ്ട്, ഡബിൾ ബോണ്ട് ഇങ്ങനെ ഇടപെട്ട് ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ബെൻസീൻ മോളിക്കുലർ ഫോർമുല, C6H6 ആണ്. ഓക്കെ മക്കളെ, പേര് ഇനി സ്ട്രക്ചർ വന്നിട്ട് പേര് ചോദിച്ചാൽ അതും തെറ്റിക്കരുത്, ബെൻസീൻ. ഓക്കെ, ഇനി കുറച്ച് ആൾക്കാർ തന്നിട്ടുണ്ട്, മെമ്പേഴ്സ് ഓഫ് എ ഹോമോലോഗസ് സീരീസ്. ഹോമോലോഗസ് സീരീസ്, ഏതോ ഒരു ഹോമോലോഗസ് സീരീസ്. ഫസ്റ്റ് കിടക്കുന്ന ആളെ നിങ്ങൾ നോക്കിയേ, ഒരു കാർബൺ ആറ്റം ഉള്ള നമ്മുടെ മീഥൈന്റെ ഹോമോലോഗസ് സീരീസ് ഏതാ? ആൽക്കെയിൻ അല്ലേ? ഒരു സംശയം വേണ്ട, ഒരൊറ്റ കാർബൺ ആറ്റത്തിൽ തുടങ്ങുന്ന ഹോമോലോഗസ് സീരീസ് ആൽക്കെയിൻസ് മാത്രമാണ്. ആൽക്കീൻ ആയാലും ആൽക്കൈൻ ആയാലും സ്റ്റാർട്ട് ചെയ്യുന്നത് 2 കാർബൺ ആറ്റത്തിൽ നിന്നാണ് അല്ലെ. അപ്പൊ ഇത് നമ്മുടെ ആൽക്കെയിൻ ആണ്, മനസ്സിലായി. വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദി 6th member of this series? 6th member, that means n equal to 6. നമുക്കറിയാം ആൽക്കെയിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. അപ്പൊ n equal to 6 ആണെങ്കിൽ C6H2n+2 അല്ലെ. 2n പറയുമ്പോൾ 12 plus 2 14. C6H14. Then write the general formula of this homologous series. ഇത് കിട്ടിയാൽ അത് കിട്ടും, അത് കിട്ടിയാൽ ഇത് കിട്ടും അല്ലെ, അങ്ങനെ ഒരു ചോദ്യം അല്ലേ. ജനറൽ ഫോർമുല എന്താ? CnH2n+2. ഓക്കെ മക്കളെ, അപ്പൊ 6ാമത്തെ മെമ്പർ ആൽക്കെയിന്റെ കേസിലാണ്. 6ാമത്തെ മെമ്പർ എന്ന് പറയുമ്പോൾ n equal to 6 കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആൽക്കൈൻസും ആൽക്കീൻസും ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അതിന്റെ ഫസ്റ്റത്തെ കോമ്പൗണ്ട് ഈഥൈൻ ആണ്, 2ാമത്തെ കോമ്പൗണ്ട് അപ്പൊ ആരായിരിക്കും? പ്രൊപ്പൈൻ ആണ്. അങ്ങനെ ശ്രദ്ധിക്കാം. ആദ്യത്തെ കോമ്പൗണ്ടിന് 2 കാർബൺ ആറ്റം അവരുടെ കേസിലൊക്കെ, നമ്മുടെ ആൽക്കീൻസിന്റെ കേസിലും ആൽക്കൈൻസിന്റെ കേസിലും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറില്ല, സിമ്പിൾ ആയിട്ട് ചോദിക്കും, സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പൊ ആൽക്കീന്റെ കേസാ ചോദിച്ചേക്ക്, അങ്ങനെ ചോദിച്ചാലും തെറ്റിക്കാൻ പാടില്ല എന്ന് കേട്ടോ. അപ്പൊ മെമ്പർ കറക്റ്റ് ആയിട്ട് കണ്ണു തുറന്ന് നോക്കുക. Then identify the compound which contains a carbon-carbon triple bond. ആൽക്കൈൻ ഏതാന്ന് ചോദിക്കുന്നതിന് പകരം അവർ പരത്തി ചോദിച്ചു കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് കണ്ടുപിടിക്കാം. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള നമ്മുടെ ആൽക്കൈന്റെ ജനറൽ ഫോർമുല എന്താ? CnH2n-2. അപ്പൊ നമുക്ക് ഓരോന്നും n എടുത്തിട്ട് നോക്കാം അല്ലെ. ഇവിടെ n equal to 5 തന്നേക്കുന്നത്. അപ്പൊ 2n-2 എന്തായിരിക്കും? 8 ആയിരിക്കും. കുറച്ച് മാത്സ് അറിയാനായിട്ട്, അല്ലെങ്കിൽ തെറ്റിക്കുക. ഈ മാത്സ് ഒക്കെ അറിയില്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ എന്തായാലും എത്തില്ലല്ലോ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് കിട്ടും 8. പിന്നതേ 3, n equal to 3 തന്നേക്കാണ്. അത് കണ്ടാലും അറിയാം 2n അപ്പുറത്ത് എടുക്കുന്നത് 6 അല്ലേ. ദെൻ അടുത്ത ആള്, അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലെ, n equal to 2. 2n-2 എന്തായിരിക്കും? 2n equal to 4, 4 ന്ന് 2 കുറച്ചാ 2. 2n-2 ആരാണ് നമ്മുടെ കോമ്പൗണ്ട്? ആരാണ് മക്കളെ ആ കോമ്പൗണ്ട്? C2H2. C2H2 അപ്പുറത്തേക്ക് നമ്മുടെ മീഥൈന C2H2. ഓക്കെ, ഡൺ. നെക്സ്റ്റ് ചോദ്യം, ഒരു ഓർഗാനിക് കോമ്പൗണ്ടില് 3 കാർബൺ ആറ്റം ഉണ്ടായിക്കോട്ടെ, വരച്ചു 3 കാർബൺ ആറ്റം. There is an OH group as functional group in second carbon atom. അതും വരച്ചു. IUPAC നെയിം എഴുതണം. ഹൈഡ്രജൻ ഒക്കെ നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം. അവർ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ തന്നെ ഫില്ല് ചെയ്തേക്കണം. അവർ ഹൈഡ്രജൻ എഴുതാൻ പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറയരുത്, ഹൈഡ്രജൻ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. ആരാ ഇത്? പ്രൊപ്പൻ
ടു ഓൾ ആണ്. പ്രൊപ്പൻ ടു. ഇനി ഇയാളുടെ ഒക്കെ പേരിന് തെറ്റിച്ചു എന്ന് കേട്ടാല് ഇപ്പൊ കുത്തും ഞാൻ കണ്ടില്ല എല്ലാരും. പ്രൊപ്പൻ ടു ഓൾ. റൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് എ പൊസിഷൻ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ പൊസിഷൻ ഐസോമർ എഴുതാൻ രണ്ടാമത്തെ കാർബണിലെ OH ഗ്രൂപ്പ് ഇരിക്കണം. എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാർബണിലേക്ക് മാറ്റി എഴുതിക്കോ. CH3 CH2 CH2 ധാരാ പൊസിഷൻ ഐസോമർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഏത് കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ്. ദെൻ നോക്കിക്കോ, ഒരു ആൽക്കൈൻ തന്നിട്ടുണ്ട്. IUPAC നെയിം എഴുതാൻ. ട്രിപ്പിൾ ബോണ്ട് ഉള്ള 4 കാർബൺ ആറ്റം ഉള്ള ഒരാള്. ആരാത്? ബ്യൂട്ട് 1 ഐൻ. നോക്കിയേ നിങ്ങള്, ഒന്നാമത്തെ കാർബൺ ആറ്റത്തിൽ തന്നെ ട്രിപ്പിൾ ബോണ്ടാ. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ മൂന്നാമത്തെ കാർബൺ ആറ്റം. നമുക്ക് ഏത് എണ്ണിയാൽ മതി? അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ മതി. ഒന്നാമത്തെ കാർബണിലെ ട്രിപ്പിൾ ബോണ്ട്. ബ്യൂട്ട് 1 ഐൻ. വാട്ട് ഈസ് ദ മോളിക്യുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്? എന്താ മക്കളെ ഇതിന്റെ മോളിക്യുലർ ഫോർമുല? C4H6. ഒന്നും പറ്റില്ലെങ്കിൽ എണ്ണ എടുത്ത് ഹൈഡ്രജൻ എണ്ണ എഴുതിയാൽ പോലും ഇത് ശരിയാവും. സിമ്പിൾ അല്ല. പിന്നെ ഒരു ജനറൽ ഫോർമുല അറിയേണ്ട ആവശ്യമില്ല. C4H6 പല പഠിക്കണം. അതൊക്കെ എന്തായാലും ചോദിക്കും. C4H6. Then our questions are finished. അപ്പൊ അത്രേ നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനോടുകൂടി നമ്മുടെ ഈ ചാപ്റ്ററിലെ ECPC ക്വസ്റ്റ്യൻസ് കഴിഞ്ഞേക്കാണ്. കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണല്ലേ? സിമ്പിൾ തന്നെയാണ്, പക്ഷെ തെറ്റിക്കാൻ വളരെ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. മെയിൻ ചെയിൻ കണ്ടുപിടിക്കുന്നതിൽ തെറ്റുപറ്റിയ മൊത്തം ആ ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകും. പൊസിഷൻ ഐസോമറും ഫംഗ്ഷണൽ ഐസോമറും ഒക്കെ കണ്ണു തുറന്ന് നോക്കാം, കാർബണിന്റെ എണ്ണമൊക്കെ കറക്റ്റ് അല്ലേന്ന്. അപ്പൊ അത്രയ്ക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. പ്രോബ്ലംസ് പക്ഷെ പിന്നെയും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമ്മുടെ കോർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എല്ലാവർക്കും. അതൊക്കെ എടുത്ത് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ സെറ്റ് ആക്കി പോയടാ. അത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഭയങ്കര ഈസിയാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാവരും നല്ല മാർക്സ് ഒക്കെ മേടിക്കേണ്ടതാണ് അല്ലെ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നോമൻക്ലേച്ചറും ഈസി ആയി, അതിന്റെ ക്വസ്റ്റ്യൻസും ഫിനിഷ്ഡ് ആയി. അപ്പൊ ഓക്കെ, ബൈ, സീ യു.